അപ്പൊ ഇൻഷാല്ലാ മൂസിന തുടങ്ങാമോ? ആ ആ ആ ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് തുടങ്ങാം. ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടേ പെട്ടെന്ന്. എന്താ എങ്ങനെ? ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന്. എന്റെ എന്താ പ്രശ്നം? ഏ, എന്താണ് അവിടുന്ന് കരഞ്ഞുകൊണ്ട് പോന്നെ അല്ലേ? എന്തേ എന്താ ഇത് പോരണ? ആ മോളെ ഐഷ, മൂസിനടുത്ത് ഐഷ മൂസിനടുത്ത് വിളിച്ചിട്ട് ഓഫ് ചെയ്യാൻ പറ, മ്യൂട്ട് ചെയ്യാൻ പറ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. സദഖല്ലാഹുൽ അലീം. ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. നമ്മളിന്ന് ഇൻഷാല്ലാ മദ്രസ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു വെബിനാറിലാണ് ഉള്ളത്. ഈ വെബിനാർ അവതരിപ്പിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഖുർആൻ ആൻഡ് സയൻസ് എന്ന് പറഞ്ഞ് കൊല്ലത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കൊറോണയ്ക്ക് മുമ്പ് ഓഫ്ലൈനിൽ നടന്നുകൊണ്ടിരുന്ന സ്ഥാപനമാണ്. കൊറോണയോട് അനുബന്ധിച്ച് പിന്നീട് അത് ഓൺലൈനിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തു. ഇപ്പോൾ അത് ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ട് വർഷങ്ങളോളം നടന്നു വന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന് പല കോഴ്സുകളും ഓൺലൈൻ വഴി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഓഫ്ലൈൻ വഴി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അള്ളാഹുവിനെ അറിയുക അവൻ്റെ നാമങ്ങളിലൂടെ എന്നതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ്. ഇനിയിപ്പോൾ അതിൻ്റെ 8th ബാച്ചിലേക്ക് നമ്മൾ അഡ്മിഷൻ ഒരു മാസത്തിന് ശേഷം ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു ചർച്ച വേണ്ടി വരുന്നത്, എന്തുകൊണ്ടെന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത് ഇൻഷാല്ലാ. നോക്കൂ, നമ്മളുടെ കുട്ടികളിൽ ഒരു വിഭാഗം കോളേജ് ക്യാമ്പസുകളിലോ സ്കൂൾ ക്യാമ്പസുകളിലോ നിന്ന് കിട്ടുന്ന ഭൗതികമായ അറിവുകളും അല്ലെങ്കിൽ ഇന്നത്തെ ലിബറൽ ചിന്താഗതികളും നിരീശ്വര നിർമ്മതവാദികളുടെയെല്ലാം എന്താണ് ഐഡിയകൾ അല്ലെങ്കിൽ അവരുടെ ആദർശങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കുത്തിവെക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും അതിൽ പെട്ടുപോവുകയാണ്. മദ്രസ വിദ്യാഭ്യാസം ലഭ്യമായ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇതിന് വിധേയമാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദുർപ്രചരണങ്ങൾ വ്യാപകമായി നടക്കുമ്പോൾ ആ പ്രചരണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു പശ്ചാത്തലം എന്തുകൊണ്ടുണ്ടായി? അത് അടിവരയിടുന്ന പോയിന്റ് ഇതാണ്: മദ്രസ വിദ്യാഭ്യാസം ചെയ്ത കുട്ടികൾക്കും ആ രൂപത്തിൽ ഒരു ദൗർബല്യം അനുഭവപ്പെടുന്ന, വിശ്വാസ കാര്യങ്ങളിൽ ദൗർബല്യം അനുഭവപ്പെടുന്ന എന്തുകൊണ്ട് എന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു ചർച്ച തന്നെ നടത്തേണ്ടി വരുന്നത്. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഇങ്ങനൊരു ചർച്ച നടക്കുന്നുണ്ട്. മദ്രസ ബോർഡുകൾ അത്തരം ചർച്ചകൾ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ മദ്രസ ബോർഡുകളുടെ എല്ലാം ആത്യന്തികമായ ഒരു എയിം അല്ലെങ്കിൽ അവർ ഈ ആധുനിക പ്രതിസന്ധി, ആദർശ മേഖലയിൽ കുട്ടികൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയെ അവരൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഖുർആൻ ആൻഡ് സയൻസ് ആ അർത്ഥത്തിൽ നടത്തുന്ന മദ്രസകൾ അതിനെ കൂടി പ്രതിരോധിക്കത്തക്ക വിധത്തിലുള്ളതാണ് എന്നതാണ് തുടക്കത്തിൽ പറയാനുള്ളത്. ഇൻഷാല്ലാ നമുക്ക് മദ്രസ വിദ്യാഭ്യാസം എങ്ങനെ ആയിരിക്കണം എന്നത് നമുക്ക് ഗൈഡ് ചെയ്യേണ്ടത്, എല്ലാ കാര്യത്തിനും ഗൈഡ് ചെയ്യുന്നത് ആരാണോ ആ ഖുർആൻ തന്നെയാണ്. മദ്രസ വിദ്യാഭ്യാസം എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ മനുഷ്യരുടെ വിദ്യാഭ്യാസം എങ്ങനെ ആയിരിക്കണം എന്ന വിഷയത്തിലും ഗൈഡ് ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. നോക്കൂ, വിശുദ്ധ ഖുർആന് അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോട് വിശുദ്ധ ഖുർആൻ പ്രഥമമായും കൽപ്പിക്കുന്നത് എന്താണ്? അതായത് ഈ മുസ്ലിം ഉമ്മത്തിനോട് പ്രഥമമായും ഖുർആനിൻ്റെ കൽപ്പന എന്തായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം എന്താണ്. സൂറത്തുൽ അലക്കിലുള്ള ആദ്യത്തെ 5 വചനങ്ങളാണ്. അതായത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്
ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വ റബ്ബുക്കൽ അക്രം. ആദ്യത്തെ 3 വചനം ഇങ്ങനെയാണ്. നോക്കൂ, ഈ ആദ്യത്തെ 3 വചനത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് 5 വചനങ്ങളിലായിട്ടാണ്. അതിൽ ആദ്യത്തെ 3 വചനങ്ങളിൽ തന്നെ 2 സ്ഥലങ്ങളിൽ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത് എന്താണ്? വായിക്കൂ എന്നാണ്. വായിക്കൂ. 2 സ്ഥലങ്ങളിൽ വായിക്കൂ എന്നാണ് കൽപ്പിക്കുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ വ റബ്ബുക്കൽ അക്രം. 2ഇടത്തും വായിക്കാനുള്ള കൽപ്പനയാണ്. അപ്പോൾ അറിവ് തേടാനും അത് കരസ്ഥമാക്കാനുമുള്ള കൽപ്പനയോടുകൂടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ച് തുടങ്ങുന്നത് തന്നെ. തുടർന്നുള്ള 5 വചനങ്ങളിൽ 3 വചനങ്ങളിൽ 2 സ്ഥലത്ത് വായിക്കാൻ ഖുർആൻ കൽപ്പിച്ചു. തുടർന്നുള്ള 2 വചനങ്ങളിൽ എന്താണ്? തുടർന്നുള്ള 2 വചനങ്ങളിൽ എന്താണ് അള്ളാഹു കൽപ്പിക്കുന്ന? അല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലമ എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിപ്പിച്ചു എന്നാണ്. പഠിപ്പിച്ചു, പേന കൊണ്ട് പഠിപ്പിച്ചു. അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യൻ അറിഞ്ഞുകൂടാത്തത് അവനെ പഠിപ്പിച്ചു എന്നാണ്. അപ്പോൾ ആദ്യത്തെ 5 വചനങ്ങളിൽ 2 സ്ഥലത്ത് ഖുർആൻ വായിക്കാൻ കൽപ്പിക്കുന്നു, 2 സ്ഥലങ്ങളിൽ ഖുർആൻ പഠനത്തെക്കുറിച്ച് പറയുന്നു. അതിൽ പേന കൊണ്ട് പഠിപ്പിച്ചു എന്നും മനുഷ്യൻ അറിഞ്ഞുകൂടാത്തത് പഠിപ്പിച്ചു എന്നുമാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത്. നോക്കൂ, ഖുർആനിൻ്റെ പ്രഥമ കൽപ്പന അങ്ങനാണ് അല്ലേ? ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നു. സൂറത്തുൽ ബഖറയിൽ ആ കാര്യം പറയുകയാണ്. സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ വചനം മുതൽ പറയുന്നത് വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ തുടങ്ങി. അതായത് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അള്ളാഹു ആദ്യമായി ചെയ്തത് എന്താണ്? അത് ബഖറയിൽ പറയുന്നു, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. കണ്ടാ, വഅല്ലമ പഠിപ്പിച്ചു, ആദം നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു. അസ്മാഅ കുല്ലഹ, സർവ്വ വസ്തുക്കളുടെയും നാമം പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം നോക്കൂ, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോട് അള്ളാഹു വായിക്കാൻ 2 പ്രാവശ്യം കൽപ്പിക്കുന്നു, പഠനത്തെക്കുറിച്ച് പറയുന്നു. മനുഷ്യവംശത്തിൻ്റെ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാമിനെ തന്നെ അള്ളാഹു ആദ്യം ചെയ്തത് പഠിപ്പിക്കുകയാണ് ചെയ്തത്. നോക്കൂ, അപ്പം പഠനത്തിന് മുസ്ലിം ഉമ്മത്ത് അല്ലെങ്കിൽ മുസ്ലിം വ്യക്തികൾ പഠിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയാണ് വിശുദ്ധ ഖുർആൻ ഊന്നി പറയുന്നത്. നോക്കൂ, പഠനവുമായി ബന്ധപ്പെട്ട് 865ഓളം സ്ഥലങ്ങളിൽ വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പഠനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമാകും. നോക്കൂ, അള്ളാഹു പറയുകയാണ് ഇന്നമാ യഖ്ഷല്ലാഹ്, അതായത് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് മിൻ ഇബാദിഹിൽ ഉലമാ, അവൻ്റെ അടിമകളിൽ അറിവുള്ളവർ മാത്രമാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. അപ്പം അറിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് അറിവുള്ളവർ മാത്രമാണ് അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെടുന്നത്. മറ്റൊരിടത്ത് പറയുകയാണ്, അതായത് സൂറത്തുൽ ആലി ഇമ്രാനിൽ അള്ളാഹു പറയുകയാണ് ഷഹിദ് അല്ലാഹു അന്നഹു, അതായത് നിശ്ചയം അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഷഹിദ് അല്ലാഹു അന്നഹു എന്താണ്? ലാ ഇലാഹ ഇല്ലാഹുവ, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് അള്ളാഹു സാക്ഷ്യം വഹിച്ചു. ഷഹിദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹുവ, അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്താണ്? അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന്. പിന്നീട് ആരുകൂടി സാക്ഷ്യം വഹിച്ചു എന്നാണ് ആലി ഇമ്രാൻ പറയുന്നത്? വൽ മലായിക്കത്തു, മലക്കുകളും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന്. പിന്നീടോ ഉലുൽ ഇൽമി, അതായത് വിജ്ഞാനം നൽകപ്പെട്ട മനുഷ്യരും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വിജ്ഞാനം നൽകപ്പെട്ട മനുഷ്യരും സാക്ഷ്യം വഹിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സാക്ഷ്യം വഹിക്കുന്ന മനുഷ്യർ അത് ഏത് ഗുണവിശേഷമുള്ള മനുഷ്യരാണ്? അവർ ജ്ഞാനികളാണ്. ഉലുൽ ഇൽമി, അവർ വിജ്ഞാനം നൽകപ്പെട്ടവരാണ്. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യത്തെയാണ് ഇത് മനസ്സിലാക്കുന്നത്. നോക്കൂ, അപ്പോൾ വിജ്ഞാനം, വിശുദ്ധ ഖുർആനാണ് വിജ്ഞാനത്തിൻ്റെ സ്രോതസ്. അത് ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറയാം.
പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? പ്രധാനമായും 3 ആശയങ്ങളാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് തൗഹീദാണ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചാണ്. മറ്റൊന്ന് പ്രവാചകത്വത്തെക്കുറിച്ച്, ദാറ്റ് ഈസ് റിസാലത്താണ്. മൂന്നാമത് പരലോകം, അതായത് മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വം, റിസാലത്ത്, പരലോകം എന്നീ 3 ആശയങ്ങളാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇതിൽ 2 ആശയങ്ങൾ, അതായത് തൗഹീദും പരലോകവും എന്ന് പറഞ്ഞ ആശയങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് പെട്ടെന്ന് മനുഷ്യന് മനസ്സിലാക്കാനും വിശ്വസിക്കാനും പാടുള്ള കാര്യമാണ്. അതേസമയം പ്രവാചകത്വം എന്നുള്ളത് മനുഷ്യൻ കാണുകയും അറിയുകയും ചരിത്രത്തിലുടനീളം സംഭവിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ട് പ്രവാചകത്വം മനുഷ്യന് പെട്ടെന്ന് വിശ്വസിക്കാം. മറിച്ച് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ മനുഷ്യന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പരലോകമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നതും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ മനുഷ്യബുദ്ധിക്ക് വിശ്വസിക്കാൻ പ്രയാസകരമായ ഈ കാര്യങ്ങൾ അള്ളാഹു എങ്ങനെയാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്? അതായത് മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് അള്ളാഹുവിനെ കാണാതെ വിശ്വസിക്കുക എന്നുള്ളത്, പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുക എന്നുള്ളത്. ഈ 2 കാര്യങ്ങളും എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കൂ. അതിന് ഖുർആൻ കുറച്ച് മെത്തേഡ്സുകൾ അല്ലേ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ആ മെത്തേഡ്സുകളിൽ ഒന്നാമതായി അല്ലെങ്കിൽ ഖുർആൻ നമ്മളെ ഒരു കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യനെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും പരലോകത്തെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം അള്ളാഹു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. എന്താണ്? ഖുർആൻ മനുഷ്യൻ്റെ പരിമിതികളെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് അവന് അറിവുകൾ ലഭ്യമാകുന്നതിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള അവൻ്റെ പരിമിതികളാണ്. എന്താണ്? ദാലിക്കൽ കിതാബ്, അതായത് സൂറത്തുൽ ബഖറയിൽ അതിൻ്റെ തുടക്കം ഇതാണ്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്. ഈ കിതാബിൽ എന്തില്ല? ലാ റൈബ ഫീ, ഒരു സംശയവുമില്ല. എന്തിൻ്റെ കാര്യത്തിലാണ്? ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മാർഗദർശനമാകുന്ന ഒരു കിതാബാണിത്. ആ മുത്തഖീങ്ങൾ അല്ലെങ്കിൽ ഈ കിതാബ് വിശുദ്ധ ഖുർആൻ പ്രയോജനം ചെയ്യണമെങ്കിൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർക്കുണ്ടായിരിക്കേണ്ട ഫസ്റ്റ് ക്വാളിറ്റി എന്താണ്? ഗൈബിൽ വിശ്വസിക്കണം. അപ്പോൾ മനുഷ്യൻ്റെ ലിമിറ്റേഷനുകൾ, പരിമിതികൾ അള്ളാഹുവിനെ മനസ്സിലാക്കാനും പരലോകത്തെ മനസ്സിലാക്കാനും അവൻ സാധാരണ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് പോലുള്ള ഒരു മനസ്സിലാക്കലല്ല അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ മനുഷ്യൻ ഗൈബിൽ വിശ്വസിക്കുക എന്ന ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവന് അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും അതേപോലെ പരലോകത്തെയും അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആദ്യമേ അള്ളാഹു മനുഷ്യൻ്റെ ലിമിറ്റേഷൻ ബോധ്യപ്പെടുത്തുകയാണ്. നോക്കൂ, എന്തുകൊണ്ടാണ് ഗൈബിൽ വിശ്വസിക്കണം എന്ന് പറയാൻ കാര്യം, അല്ലെങ്കിൽ എന്താണ് മനുഷ്യൻ്റെ ലിമിറ്റേഷൻ? മനുഷ്യൻ്റെ ലിമിറ്റേഷനുകളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നോക്കൂ, നമ്മുടെ കണ്ണാണിത്. നമ്മുടെ കണ്ണ് വസ്തുക്കളെല്ലാം കാണുന്നു, നമ്മളത് മനസ്സിലാക്കുന്നു. നമ്മുടെ കണ്ണ് വസ്തുക്കളെല്ലാം കാണുന്നത് നമ്മുടെ റെറ്റിനയിലുള്ള റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ്. ഇതിൽ ഈ 3 കളറിൽ കാണുന്ന കോൺ കോശങ്ങൾ, ഈ കോൺ കോശങ്ങളാണ് നമുക്ക് കളറുകളെ തിരിച്ചറിയാൻ കഴിയുന്നത്. റോഡ് കോശങ്ങൾ പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിയുന്നു. നോക്കൂ, സൂര്യപ്രകാശത്തിൽ നമ്മൾ ദൃശ്യപ്രകാശം എന്നറിയപ്പെടുന്നു, അതാണ് വിസിബിൾ ലൈറ്റ് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിസിബിൾ ലൈറ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സൂര്യപ്രകാശത്തിലുള്ള ലൈറ്റുകളെ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള തരംഗങ്ങളെ, ഏതാണ്? വിബ്ജിയോർ എന്നറിയപ്പെടുന്ന തരംഗങ്ങൾ മാത്രമാണ് നമ്മുടെ കണ്ണിന് പിടിച്ചെടുക്കാനും ഡയഗ്നോസ് ചെയ്യാനും കഴിയുന്നത്. നോക്കൂ, ആ വിസിബിൾ റേസിന് മുകളിൽ എഴുതിയിരിക്കുന്ന റേസുകൾ കണ്ടാ, അത് സൂര്യപ്രകാശത്തിലുള്ളതാണ്. റേഡിയോ, മൈക്രോ, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ തുടങ്ങിയതൊക്കെ ഉള്ളതാണ്. പക്ഷെ അത് നമ്മുടെ കണ്ണുകൾക്ക് തിരിച്ചറിയാൻ പറ്റൂല. എന്നാൽ നമ്മളോടൊപ്പമുള്ള പ്രാവുകൾക്ക് അൾട്രാവയലറ്റ് കിരണങ്ങളെയും മറ്റും തിരിച്ചറിയാൻ പറ്റും. വേറെ പല ജീവികൾക്കും മനുഷ്യന് കാണാൻ പറ്റാത്ത പലതും അവരുടെ കണ്ണുകൾക്ക് പിടിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് വളരെ ഉയരത്തിൽ പറക്കുന്ന പരുന്തുകൾ, വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുന്ന മത്സ്യത്തെ
തിരിച്ചറിയുകയും അതിനെ വേട്ടയാടുകയും ചെയ്യുന്നത് പരുന്തുകളുടെ കണ്ണുകൾക്ക് മനുഷ്യൻ്റെ കണ്ണിനില്ലാത്ത കഴിവുകൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ ഇത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ അവയവങ്ങൾക്ക് ഓരോന്നിനും എന്തുണ്ട്? പരിമിതിയുണ്ട്. മറ്റ് ജീവജാലങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന പലതും തിരിച്ചറിയാൻ മനുഷ്യൻ്റെ അവയവങ്ങൾ കൊണ്ട് കഴിയൂല. നോക്കൂ, അപ്പോൾ മനുഷ്യൻ്റെ ബ്രെയിൻ ഇങ്ങനെ, മനുഷ്യൻ്റെ ബ്രെയിൻ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പരിമിതികളുണ്ട്. ഉദാഹരണമായി നമുക്കറിയാം, ആറ്റം, ഏതൊരു വസ്തുവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്, അല്ലേ? ഒരു ആറ്റത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്ററിനെ 1 കോടിയായി ഭാഗിച്ചാൽ എത്ര ചെറുതാണോ അത്രയും ചെറുതാണ് ആറ്റം. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ വലിപ്പം എന്ന് പറയുമ്പോൾ ഒരു നെല്ലിക്കയുടെ വലിപ്പം, ഒരു ഗോലിയുടെ വലിപ്പം, ഈ 2 വലിപ്പങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഗോലിയുടെ വലിപ്പം വരും, നെല്ലിക്കയുടെ വലിപ്പം വരും. പക്ഷെ ആറ്റത്തിൻ്റെ വലിപ്പം വരുമോ നമ്മുടെ മനസ്സിലേക്ക്? ഈ ഗോലിയുടെയും നെല്ലിക്കയുടെയും ആപ്പിളിൻ്റെയും ഒക്കെ വലിപ്പം വന്നതുപോലെ ആറ്റത്തിൻ്റെ വലിപ്പം നമ്മുടെ മനസ്സിലേക്ക് വരുമോ? ഇല്ല. മനുഷ്യൻ്റെ മസ്തിഷ്കം ആ വലിപ്പത്തെ ഇമാജിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നാണ് അതിനർത്ഥം. ഇനി അതിബൃഹത്തായ നക്ഷത്രങ്ങളുണ്ട്. അതായത് നമ്മുടെ സൂര്യൻ നമ്മൾ കാണുന്ന എന്താണ്? ഒരു അരി ഉറട്ടയുടെ അത്രയും വലിപ്പത്തിലാണ് നമ്മൾ കാണുന്നത്. 13.5 ലക്ഷം ഭൂമികളെ വഹിക്കാൻ കഴിയുന്ന അത്ര വലിപ്പമാണ് നമ്മുടെ സൂര്യനുള്ളത്. 370 കോടി സൂര്യന്മാരെ വഹിക്കാൻ കഴിയുന്ന അത്രയും വലിയ നക്ഷത്രങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ സൂര്യൻ്റെ അതിൻ്റെ വലിപ്പം നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിന് ഉൾക്കൊള്ളാൻ പറ്റൂല. അത് കഴിഞ്ഞിട്ടാണല്ലോ സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളുടെ വലിപ്പം ഉൾക്കൊള്ളാൻ കഴിയുക. അപ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിന് എന്തുണ്ട്? പരിമിതികളുണ്ട്. ഇനി ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിൽ വെറും 4% വസ്തുക്കളാണ് നമ്മൾ ഇന്നറിയപ്പെടുന്ന പദാർത്ഥങ്ങൾ. ബാക്കി 96% വസ്തുക്കൾ എന്താണ് എന്ന് ശാസ്ത്രലോകത്തിന് പോലും അറിഞ്ഞുകൂടാ. അപ്പം നോക്കൂ, നമ്മുടെ മസ്തിഷ്കത്തിന് പരിമിതികളുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ 3 ഉദാഹരണങ്ങളും പറഞ്ഞത്. അപ്പം ഇത്രയും ലിമിറ്റേഷൻസുകളുള്ള ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെ അള്ളാഹുവിന് മനസ്സിലാക്കും? എന്താണ്? ഇതിനെയൊക്കെയും സൃഷ്ടിച്ച, പദാർത്ഥത്തിന് വിധേയമാകാത്ത, സ്ഥലകാലങ്ങൾക്ക് വിധേയമാകാത്ത, അതിന് പുറത്തുള്ള ഒരു എക്സിസ്റ്റൻസാണ് അള്ളാഹു. പ്രപഞ്ചത്തിലുള്ളതിനെ തന്നെ, പ്രപഞ്ച വസ്തുക്കളെ തന്നെ, അല്ലെങ്കിൽ മാറ്റർ എന്നറിയപ്പെടുന്നതിനെ തന്നെ മനസ്സിലാക്കാനുള്ള ശേഷി നമ്മുടെ മസ്തിഷ്കത്തിന് ഇല്ല എന്നിരിക്കെ, പ്രപഞ്ചത്തിന് അധീതനായ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമ്മുടെ മസ്തിഷ്കം കൊണ്ട് മറ്റ് വസ്തുക്കളെ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നത് കൊണ്ടാണ് അള്ളാഹുവിനെയും പരലോകത്തെയും ബോധ്യപ്പെടാൻ ഗൈബിൽ വിശ്വസിക്കണമെന്ന് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഖുർആൻ ഗൈബിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞത്. നോക്കൂ, ഇനി അപ്പോൾ ഗൈബിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് നമുക്ക്, അല്ലെങ്കിൽ മനുഷ്യന് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ അവൻ അനുഭവിക്കണം. അവൻ്റെ മസ്തിഷ്കത്തിന് അള്ളാഹുവിൻ്റെ സത്തയെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എങ്കിലും അവൻ്റെ സാന്നിധ്യത്തെ അവന് ബോധ്യപ്പെടണം, അവൻ അനുഭവിക്കണം, അല്ലെങ്കിൽ അവന് ബോധ്യപ്പെടണം. അതിന് ഖുർആൻ പല മെത്തേഡ്സുകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. മുന്നോട്ട് വെക്കുന്നു. അതിൽ ഒരു മെത്തേഡാണ്, അതായത് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ നമ്മുടെ യുക്തിക്ക് ബോധ്യപ്പെടാൻ അള്ളാഹു മുന്നോട്ട് വെക്കുന്ന ഒരു മെത്തേഡാണ് പ്രപഞ്ച നിരീക്ഷണം നടത്തുക എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ ആലി ഇമ്രാനിലെ 190 ആയത്തിൽ പറയുന്നു, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർള്, നിശ്ചയമായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും, വഖ്തിലാഫിൽ ലൈൽ വൻ നഹാർ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും ദിനരാത്രങ്ങൾ മാറി മാറി വരുന്നതിലും ആയാത്ത്, തെളിവുകളുണ്ട്. ആർക്കാണ്? ബുദ്ധിമാന്മാർക്ക് തെളിവുകളുണ്ട്. എന്തിനുള്ള തെളിവുകളുണ്ട്? അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് തെളിവുകളുണ്ട്. അപ്പോൾ ഇത് പ്രപഞ്ചത്തിൻ്റെ, ആകാശഭൂമികളിലെ ഖഗോള വസ്തുക്കളെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്നും അവയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചും അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഖുർആനിൻ്റെ ഒരു ആഹ്വാനം. മറ്റൊരിടത്ത് ഖുർആൻ പറയുകയാണ്, ഖുൽ സീറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, ഫൻളുറു, എന്നിട്ട് നോക്കിക്കാണൂ, കൈഫ ബദ അൽ ഖൽഖ്, എങ്ങനെയാണ് സൃഷ്ടി ആരംഭിച്ചത് എന്ന്
നിങ്ങൾ കണ്ടെത്തൂ. അപ്പോൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് സൃഷ്ടികളെ നിരീക്ഷണം നടത്തി സൃഷ്ടി എങ്ങനെയാണ് ആരംഭിച്ചത് എന്ന് കണ്ടെത്താൻ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയാണ്. മറ്റൊരിടത്ത് പറയുകയാണ്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എങ്ങനെയാണ് മരുഭൂമിക്ക് ഇണങ്ങുന്ന വിധം ഒട്ടകത്തിൻ്റെ ശരീര സവിശേഷതകൾ നാം സൃഷ്ടിച്ചത് എന്നല്ല, ഓരോ പരിസ്ഥിതികൾക്കും ഇണങ്ങുന്ന വിധം ഓരോ സൃഷ്ടിജാലങ്ങളെയും എങ്ങനെയാണ് സൃഷ്ടിച്ചത്. ഈ പറഞ്ഞതൊക്കെ എന്താണ്? പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനാണ്. ഈ 3 ആയത്തുകൾ മാത്രമല്ല, 1000-ൽ പരം ആയത്തുകൾ ഈ അർത്ഥത്തിൽ പ്രപഞ്ച നിരീക്ഷണം നടത്താൻ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നു. അവിടെയെല്ലാം അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ട് പറയുന്നത് എന്താണ്? ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇവിടെ തെളിവുകളുണ്ട്. ബുദ്ധി ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് ഇവിടെയെല്ലാം തെളിവുണ്ട്. എന്തിനുള്ള തെളിവുണ്ട്? അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. പരലോകമുണ്ട്, നിങ്ങളെ നാം പുനർസൃഷ്ടിക്കും, അവിടെ വിചാരണ ചെയ്യും തുടങ്ങിയ പരലോകത്തിന് തെളിവുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ എക്സിസ്റ്റൻസിനെയും ഏകത്വത്തെയും അതുപോലെ പരലോകം ഉണ്ട് എന്നുള്ളതിനും തെളിവായി ഖുർആൻ ഉദ്ധരിക്കുന്നത് എന്താണ്? പ്രപഞ്ച നിരീക്ഷണം നടത്താനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1000-നോടടുത്ത ആയത്തുകൾ ഈ അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഖുർആൻ അങ്ങനെ പ്രപഞ്ച നിരീക്ഷണം നടത്തി അള്ളാഹുവിൻ്റെ എക്സിസ്റ്റൻസിനെ കണ്ടെത്തിയ ഒരു പ്രവാചകന്റെ ചരിത്രം കൂടി ഉദ്ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രപഞ്ച നിരീക്ഷണത്തിലൂടെ നമ്മൾ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ കണ്ടെത്തേണ്ടത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം ഉദ്ധരിക്കുന്നത്. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്, അല്ലെങ്കിൽ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഏകദൈവ വിശ്വാസം ഇബ്രാഹിം നബിയുടെ മനസ്സിൽ അങ്കുരിക്കാനുണ്ടായ കാരണമായി അള്ളാഹു പറയുകയാണ്, അவ்விதം നാം കാണിച്ചു കൊടുക്കുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിന്. എന്താണ് കാണിച്ചു കൊടുത്തത്? മലക്കൂത്ത സമാവാത്തി വൽ അർള്, ആകാശഭൂമികളുടെ ആധിപത്യ വ്യവസ്ഥ അല്ലെങ്കിൽ ആകാശഭൂമികളുടെ വ്യവസ്ഥ. ലിയകൂന, എന്തിനാണ്? അദ്ദേഹം ആകാൻ വേണ്ടി. ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാൻ വേണ്ടി. എന്താകാൻ വേണ്ടി? മിനൽ മൂഖിനീൻ, അടിയുറച്ച വിശ്വാസികളുടെ കൂട്ടത്തിലാകാൻ വേണ്ടി. അപ്പോൾ അടിയുറച്ച വിശ്വാസികളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാൻ വേണ്ടി അള്ളാഹു ആകാശഭൂമികളുടെ വ്യവസ്ഥ മലക്കൂത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതെങ്ങനെയാണ് ഇബ്രാഹിം നബി കണ്ടെത്തിയത്? അത് തുടർന്ന ആയത്തിൽ, അതിൻ്റെ അറബി ടെക്സ്റ്റ് ഞാൻ പറയുന്നില്ല, ആ തുടർന്നുള്ള ആയത്തിൽ ഇങ്ങനെ നമുക്ക് കാണാം. ഏതാണ്? അള്ളാഹു ആകാശഭൂമികളുടെ മലക്കൂത്ത് കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആധിപത്യ വ്യവസ്ഥ അള്ളാഹു ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്തത് ഇങ്ങനെയാണ്. എന്താണത്? അങ്ങനെ രാവണഞ്ഞപ്പോൾ, രാത്രി വന്നപ്പോൾ, ഒരു ഖുർആൻ സൂറത്തുൽ അൻആമിലെ 74 മുതൽ 76 വരെയുള്ള ആയത്തിൻ്റെ അർത്ഥമാണ്. എന്താണ് ഖുർആൻ പറഞ്ഞത്? അങ്ങനെ രാത്രി വന്നപ്പോൾ ഒരു നക്ഷത്ര അദ്ദേഹം കണ്ടു. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ നക്ഷത്രത്തെ കാണുകയാണ്. അങ്ങനെ നക്ഷത്രത്തെ കണ്ടുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്താണ്? ഇതാണ് എൻ്റെ റബ്ബ്. നക്ഷത്രത്തെ കണ്ടിട്ട് പറയാണ്, ഇതാണ് എൻ്റെ റബ്ബ്. പക്ഷെ അത് അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അസ്തമിച്ചു പോകുന്നവരെ ഞാൻ കാക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് നക്ഷത്രം പ്രവർത്തിക്കുന്നു, ഉദിക്കുന്നു, നിൽക്കുന്നു, പിന്നെ അസ്തമിക്കുന്നു. അപ്പോൾ ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായ നക്ഷത്രം അതിനെ ഇലാഹാക്കാൻ യോഗ്യമല്ല. കാര്യം എന്താണ്? ആരോ നിശ്ചയിച്ച ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് ആ നക്ഷത്രം പ്രവർത്തിക്കുന്നത്. അസ്തമിച്ചു പോകുന്നവരെ ഞാൻ കാക്ഷിക്കുന്നില്ല. പിന്നെ ചന്ദ്രൻ ശോഭിക്കുന്നു. ചന്ദ്രൻ തന്നെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇതാണ് എൻ്റെ റബ്ബ്. പക്ഷെ അതും അസ്തമിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ റബ്ബ് എനിക്ക് മാർഗദർശനം ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ വഴിപിഴച്ചവരിൽ പെട്ടുപോകും. അനന്തരം സൂര്യൻ പ്രകാശിക്കുന്നത് കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇതാണ് എൻ്റെ റബ്ബ്, ഇത് എല്ലാത്തിനേക്കാളും വലുതാണല്ലോ. പക്ഷെ അതും അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം നബി ഉറക്കെ പ്രഖ്യാപിച്ചു, എൻ്റെ ജനമേ, നിങ്ങൾ അള്ളാഹുവിനെ പങ്കാളികളാക്കുന്ന സകലതിൽ നിന്നും ഞാൻ വിരക്തനാകുന്നു. ഞാൻ എൻ്റെ മുഖം ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അസ്തിത്വത്തിലേക്ക് ഏകാഗ്രചിത്തനായി തിരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും പങ്കു ചേർക്കുന്നവരിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ ജനത
പ്രകൃതിയിലുള്ള വസ്തുക്കളെ ഇലാഹുകളായി കൽപ്പിച്ചപ്പോൾ ആ പ്രകൃതി വസ്തുക്കളെ ഓരോന്നും ചൂണ്ടി അവരിലാഹുകളായി കൽപ്പിക്കുന്നതിലെ അഗ്രഗണ്യന്മാരായ പ്രപഞ്ച വസ്തുക്കളായ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ ചൂണ്ടിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, ഇതൊക്കെ എൻ്റെ റബ്ബാണ്, പക്ഷെ അവയൊക്കെ ഒരു പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് വിധേയമാകുന്നു എന്നുള്ളിടത്ത് ആ വ്യവസ്ഥയ്ക്ക് വിധേയമാകുന്നതൊന്നും റബ്ബാകാനുള്ള യോഗ്യതയില്ല എന്നും, കാര്യം അവിടെ വ്യവസ്ഥ നിർണയിക്കുന്ന ഒരുവനുണ്ട് എന്നുമാണ്. സ്ക്രീൻ ഐഷ നോക്കുന്നില്ലേ? ഒരു മിനിറ്റ്, സ്ക്രീൻ നോക്ക്. ഇപ്പൊ ശരിയായി ഉസ്താദെ. നേരത്തെ കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടായിരുന്നു കാണുന്നത്. ഇപ്പോഴാ? ഇപ്പൊ ശരിയായി. ഓക്കെ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രപഞ്ച നിരീക്ഷണം നടത്തുകയും ആ പ്രപഞ്ച നിരീക്ഷണത്തിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തുകയും ചെയ്തു. അതാണ് അള്ളാഹ് പറഞ്ഞത്, ആ പ്രപഞ്ച നിരീക്ഷണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തി. അപ്പോൾ അള്ളാഹു എന്ത് കദാലിക അപ്രകാരം നുരി നാം കാണിച്ചു കൊടുത്തു ഇബ്രാഹിമിന് മലക്കുത്തസ്സമാവാത്തി വല്ലാറിൽ ആകാശഭൂമികളുടെ ആധിപത്യ വ്യവസ്ഥ കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചു കൊടുത്തതിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തായിത്തീർന്നു? വലിയ കൂന, അദ്ദേഹം ആകാൻ വേണ്ടി അങ്ങനെ കാണിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? വലിയ കൂന മിനൽ മൂക്കിനീൻ, അദ്ദേഹം ദൃഢവിശ്വാസിയാകാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമ്മൾ ഈ മലക്കൂത്ത് സമാവാത്തി വല്ല അർള് എന്ന് പറഞ്ഞ ആകാശഭൂമികളുടെ വ്യവസ്ഥകളാണ് നമ്മൾ സയൻസ് എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ കുട്ടികൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ അതിൽ പഠിക്കുന്ന പഠനമുണ്ടല്ലോ, ആ ടോപ്പിക്ക് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ, ഫിസിക്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ, ഒരു വസ്തു താഴേക്കിട്ടാൽ അത് പിന്നെ എന്തുകൊണ്ട് താഴേക്ക് വരുന്നു, ഭൂമിയിൽ പതിക്കുന്നു, ഗ്രാവിറ്റേഷൻ തുടങ്ങി ഫിസിക്സിലുള്ള കാര്യങ്ങൾ, കെമിസ്ട്രിയിലുള്ള കാര്യങ്ങൾ, വെള്ളം എന്ന് പറയുന്ന വസ്തു എല്ലാ ഒട്ടുമിക്ക വസ്തുക്കളെയും വെള്ളത്തിൽ ലയിപ്പിക്കാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ലയിപ്പിക്കാൻ വെള്ളത്തിന് കഴിയുന്ന യൂണിവേഴ്സൽ സൊല്യൂബിലിറ്റി എന്തുകൊണ്ട് വെള്ളത്തിന് വന്നു എന്ന് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുമ്പോൾ, ബയോളജിയിൽ മത്സ്യങ്ങൾ എങ്ങനെ ശ്വസിക്കുന്നു, മനുഷ്യൻ എങ്ങനെ ശ്വസിക്കുന്നു, മത്സ്യങ്ങൾ എങ്ങനെയാണ് വെള്ളത്തിൽ നിന്നും ഓക്സിജനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, മനുഷ്യൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജനെ അബ്സോർവ് ചെയ്യുന്നത്, ഇതെല്ലാം അള്ളാഹു ഉണ്ടാക്കിയ കദുറാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വ്യവസ്ഥകളാണ്. അതാണ് മലക്കൂത്ത് സമാവാത്തി വൽ അർള്, ആകാശഭൂമികളിൽ അവൻ്റെ വ്യവസ്ഥകളാണ് ഫിസിക്സിലൂടെയും കെമിസ്ട്രിയിലൂടെയും ബയോളജിയിലൂടെയും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യവസ്ഥകൾ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കാണിച്ചു കൊടുത്തത് എന്തിനാണ്? വലിയ കൂന മിനൽ മൂക്കിനീൻ, അദ്ദേഹം ദൃഢവിശ്വാസിയാകാൻ വേണ്ടിയാണ്. നിർഭാഗ്യവശാൽ ഈ വ്യവസ്ഥ ഫിസിക്സ് എന്ന് പറഞ്ഞുകൊണ്ടും, ഈ വ്യവസ്ഥ കെമിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ടും, ഈ വ്യവസ്ഥ ബയോളജി എന്ന് പറഞ്ഞുകൊണ്ടും നമ്മുടെ കുട്ടികൾ പഠിച്ചിട്ട് ഇബ്രാഹിം നബി എങ്ങനെയാണോ ദൃഢവിശ്വാസിയായത് അതുപോലെ ദൃഢവിശ്വാസിയാകാൻ കഴിയുന്നില്ല. അതിൻ്റെ കാര്യം എന്ത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ഇന്നത്തെ വെബിനാറിൻ്റെ പ്രധാന ലക്ഷ്യവും ഇതാണ്. എന്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ പ്രപഞ്ച നിരീക്ഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഒരുപാട് പ്രപഞ്ച പ്രതിഭാസങ്ങളെ ചൂണ്ടി കാണിക്കുന്നു. ആ പ്രപഞ്ച പ്രതിഭാസങ്ങളൊക്കെയും എന്തിനുള്ള തെളിവായിട്ട് ആയാത്തിൽ ഉലിൽ അൽബാബ് അല്ലേ, പിന്നെ എന്താണ്, മനുഷ്യൻ ബുദ്ധിമാന്മാർക്ക് ചിന്തിക്കാനും ബുദ്ധിമാന്മാർക്ക് തെളിവായിട്ടുമാണ് ഇത് ഉദ്ധരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ഖുർആൻ ആയാത്തുകൾ ചിന്തിക്കുന്നവർക്കുള്ള തെളിവുകളാണ് എന്ന നിലയിൽ പറയുന്നു. അങ്ങനെ ആ തെളിവുകൾ അല്ലെങ്കിൽ ഖുർആൻ ഉദ്ധരിച്ചിട്ടുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെ ഓരോ വിഷയങ്ങളായി നമ്മൾ പഠിച്ചിട്ടും നമുക്ക് ഇബ്രാഹിം നബിക്കുണ്ടായതുപോലെയോ അല്ലെങ്കിൽ ഖുർആൻ ഉദ്ദേശിക്കുന്നത് പോലെയോ ഒരു തെളിവായി അള്ളാഹു ഉണ്ട് എന്നുള്ളതിനും പരലോകമുണ്ട് എന്നുള്ളതിനും ഒരു തെളിവായി മാറുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് പ്രകാരം
ഈ പറയപ്പെട്ട പ്രകൃതി പ്രതിഭാസങ്ങളെ, അല്ലെങ്കിൽ ഫിസിക്സിലൂടെ നമ്മൾ പഠിക്കുന്ന സംഗതികൾ, കെമിസ്ട്രിയിലൂടെ നമ്മൾ പഠിക്കുന്ന സംഗതികൾ, ബയോളജിയിലൂടെ പഠിക്കുന്ന സംഗതികൾ ഖുർആൻ അവതരിപ്പിച്ചതുപോലെ നമ്മളുടെ മദ്രസ ടെക്സ്റ്റ് ബുക്കുകളിൽ അവതരിപ്പിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും ഫിസിക്സും കെമിസ്ട്രിയും സ്കൂളിൽ പഠിപ്പിക്കുന്നല്ലോ. സ്കൂളിൻ്റെ അതോറിറ്റി ആരാണ്? അള്ളാഹുവിനെ പഠിപ്പിക്കലാണോ ഗവൺമെൻറ്റിൻ്റെ ജോലി? അങ്ങനത്തെ ഒരു ഗവൺമെൻറ് ആയിരുന്നുവെങ്കിൽ ഫിസിക്സ് പറഞ്ഞിട്ട് അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കാൻ ഗവൺമെൻറ് അധ്യാപകരോട് പറയുമായിരുന്നു. ഗവൺമെൻറ് അതല്ലല്ലോ. അപ്പോൾ ഇവിടെ സിലബസ് ഉണ്ടാക്കി, സ്കൂളിൽ സിലബസ് ഉണ്ടാക്കുന്ന CBSE ആകട്ടെ, സ്റ്റേറ്റ് സിലബസ് ആകട്ടെ, ICSE ആകട്ടെ, ഇൻ്റർനാഷണൽ സിലബസുകളാകട്ടെ, ആ അതോറിറ്റികളുടെ ഒന്നും ലക്ഷ്യം എന്തല്ല? അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കലല്ല. മറിച്ച് ഈ വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഓരോ അധ്യാപകർ വ്യക്തിപരമായി അള്ളാഹ് ഇല്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഏത് പറഞ്ഞുകൊണ്ടാണോ അള്ളാഹ് അവൻ്റെ എക്സിസ്റ്റൻസിന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭൗതികവാദികൾ അള്ളാഹ് ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ജോലി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആരാണ്? മദ്രസ വിദ്യാഭ്യാസം, മദ്രസ കരിക്കുലം, മദ്രസയുടെ പാഠ്യപദ്ധതി തയ്യാറാക്കുന്നവരാണ് ആ ജോലി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ആ ജോലി ചെയ്യാൻ ആരാണ് നമ്മളോട് കൽപ്പിച്ചത്? അള്ളാഹുവാണ് കൽപ്പിച്ചത്. ആ കൽപ്പനയ്ക്കുള്ള 3 ആയത്തുകൾ, വെറും 3 ആയത്തുകളാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. ഒരുപാട് ആയത്തുകൾ ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി ഖുൽ സീറു ഫിൽ അർള് അഫലാ യൻദുറൂന. ഇങ്ങനെ ധാരാളം. സൂറത്തുൽ ആലി ഇമ്രാൻ എന്ന് എടുത്തു നോക്കണം, അതേപോലെ സൂറത്തുൽ അൻആം എന്ന് എടുത്തു നോക്കണം. സൂറത്തുൽ അൻആമിൽ 90 മുതൽ ഇങ്ങനെ ആയത്തുകൾ പറഞ്ഞു വരുന്നതെല്ലാം ഓരോന്നും ഓരോ പ്രകൃതി പ്രതിഭാസങ്ങൾ, വിത്തുകൾ മുളയ്ക്കുന്നത്, അങ്ങനെ ഓരോ ടോപ്പിക്കുകളാണ്. മേഘങ്ങൾ, മഴ പെയ്യുന്ന, അങ്ങനെ ഓരോ ടോപ്പിക്കുകളും ഖുർആൻ പറഞ്ഞ് അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് തെളിവായി അള്ളാഹു ഉദ്ധരിച്ചതാണ്. എന്തുകൊണ്ട് നമ്മുടെ മദ്രസ ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ രൂപത്തിൽ അള്ളാഹുവിനെ പറഞ്ഞു പഠിപ്പിക്കുന്നില്ല? അല്ലെങ്കിൽ അവർ സ്കൂളിൽ പറഞ്ഞു പഠിച്ചിട്ട് വരുന്നതിനെ സിമിലർ ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതുമായി താരതമ്യം ചെയ്തുകൊണ്ടെങ്കിലും പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ വരാത്തത് കൊണ്ടാണ് ഫിഖ്ഹും അതേപോലത്തെ കർമ്മശാസ്ത്രങ്ങൾ പഠിച്ച കുഞ്ഞുങ്ങൾ മുതിർന്നു കഴിഞ്ഞാൽ നമസ്കാരത്തിന് അവർക്ക് താല്പര്യമില്ല. ആരെങ്കിലും അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഫിത്തിനകൾ പറഞ്ഞാൽ ആ ഫിത്തിനകളിൽ അവർ വീണുപോകുന്നു. അതിൻ്റെ കാര്യം എന്താണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെയും പരലോകത്തെയും പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് വെറും സൂചന മാത്രമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഖുർആൻ അതെങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിച്ചതെന്ന് വിശദമായി പഠിപ്പിക്കുമ്പോഴാണ് അറിയുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ആഴവും അതിൻ്റെ ഡെപ്തും മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഖുർആൻ ആൻഡ് സയൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഖുർആൻ ആൻഡ് സയൻസ് ഉയർത്തെഴുന്നേറ്റത് തന്നെ ഈ ലക്ഷ്യത്തോടെയാണ്. ഏത് ലക്ഷ്യത്തോടെയാണ്? മദ്രസ വിദ്യാഭ്യാസ മേഖലയിൽ കാണുന്ന അപര്യാപ്തത, സ്കൂൾ വിദ്യാഭ്യാസ മേഖലകളിൽ കാണുന്ന അപര്യാപ്തത. എന്താണ് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ കാണുന്ന അപര്യാപ്തത? അള്ളാഹുവിനെ പറഞ്ഞു പഠിപ്പിക്കാൻ അള്ളാഹു ഉപയോഗിച്ച പാഠ്യപദ്ധതി പറഞ്ഞുകൊണ്ട് അവർ അള്ളാഹുവിനെ പറഞ്ഞു പഠിപ്പിക്കുന്നില്ല സ്കൂളുകാർ. എന്നാൽ മദ്രസക്കാർ അള്ളാഹുവിനെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഉദ്ധരിച്ച പ്രകൃതി പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് മദ്രസയും അത് തയ്യാറാകുന്നില്ല. ഈ സ്ഥാനത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഖുർആൻ ആൻഡ് സയൻസ് അതിൻ്റെ ദൗത്യ നിർവഹണത്തിന് എഴുന്നേറ്റ് നിന്നത്. നോക്കൂ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പാഠ്യ രീതിയിലെ ചില വശങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ, പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നു, ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ്, വാനലോകത്തെയും ഭൂമിയെയും അവൻ യാഥാർത്ഥ്യത്തോടെ സൃഷ്ടിച്ചു എന്ന ആയത്ത് പഠിപ്പിക്കുമ്പോൾ, അതായത് ആകാശഭൂമികളെ അവൻ യാഥാർത്ഥ്യത്തോടു കൂടി സൃഷ്ടിച്ചു എന്ന വചനം പഠിപ്പിക്കുമ്പോൾ ആകാശഭൂമികളെക്കുറിച്ച് സയൻസ് പറഞ്ഞു തന്നതെല്ലാം അവരുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും. അവരെ ഈ രൂപത്തിൽ ദൃശ്യാവിഷ്കാരത്തിലൂടെ അല്ലെങ്കിൽ വീഡിയോസുകളിലൂടെ ആകാശഭൂമികളുടെ ഡെപ്ത്, അതിൻ്റെ വലിപ്പം, അതിൻ്റെ ദൂരം തുടങ്ങിയ സമസ്ത കാര്യങ്ങളും സയൻസ് നൽകിയ വിജ്ഞാനങ്ങൾ വെച്ചുകൊണ്ട് അവരെ പറഞ്ഞു പഠിപ്പിക്കും. ഇത് ഇങ്കസ്, അതായത് ഞങ്ങളുടെ സ്ഥാപനം ഉപയോഗിക്കുന്ന ധാരാളം സ്ലൈഡുകളിൽ ഒരു സ്ലൈഡ് മാത്രമാണിത്. നോക്കൂ, മറ്റൊരു സ്ലൈഡ് നോക്കൂ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുള്ള വലിപ്പത്തെക്കുറിച്ച്, അതായത് നക്ഷത്രങ്ങളും അതേപോലെ
ആകാശഗംഗകളെ കുറിച്ചുമെല്ലാം വിശദമായി പറഞ്ഞു പഠിപ്പിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, അതുമായി ബന്ധപ്പെട്ട ഖുർആൻ വചനങ്ങൾ അവരെ ബോധ്യപ്പെടുത്തും. അപ്പോൾ ഇത് കാണുന്ന കുട്ടികൾ സ്വാഭാവികമായും ഇതിൻ്റെ പിന്നിലുള്ള സൃഷ്ടികർത്താവിനെ പരിചയപ്പെടുന്നു. വലഖദ് ജഅൽനാ ഫിസ് സമാഇ ബുറൂജ വസയ്യന്നഹാ ലിന്നാദിരീൻ. അതായത് ഗാലക്സികളെ കുറിച്ച് പഠിപ്പിച്ചിട്ട്, അല്ലെ, ഗാലക്സികൾ ഉണ്ട്. 1910 തോന്നുന്നു ഗാലക്സികളെ കുറിച്ച് ശാസ്ത്രലോകം മനസ്സിലാക്കുന്നത്. പക്ഷെ 7-ാം നൂറ്റാണ്ടിൽ തന്നെ ഗാലക്സികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിലുള്ള പഠനങ്ങൾ ആ സ്ലൈഡുകളിലൂടെ പഠിപ്പിക്കുന്നു. തുടർന്ന്, അല്ലെ, നോക്കൂ, ആകാശഭൂമികളുടെ വലിപ്പം, ആകാശഭൂമികളുടെ ദൂരം അത് ചിത്രീകരിച്ചിട്ട് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് സൂറത്തുൽ റഹ്മാനിലുള്ള ഈ വചനം അവരെ ബോധ്യപ്പെടുത്തുകയാണ്. യാ മാഇശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. അതായത് ആകാശഭൂമികളുടെ അതിരുകൾ, ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, ആകാശഭൂമികളുടെ അതിരുകൾ നിങ്ങൾക്ക് ഭേദിക്കാൻ കഴിയുമെങ്കിൽ ഭേദിച്ചുകൊള്ളൂ. ഈ ആയത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം. അതായത് ലോകത്തിൽ ആദ്യമായി ഒരു റഷ്യക്കാരനാണ് ബഹിരാകാശത്തേക്ക് പോയത്. അതായത് യൂറി ഗഗാറിൻ സ്പുട്നിക് എന്ന് പറഞ്ഞ ബഹിരാകാശ വാഹനത്തിൽ അദ്ദേഹം ഏകദേശം 300 കിലോമീറ്റർ പൊക്കം വരെ പോയി. അങ്ങനെ 314 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. അത്രയും ഉയരത്തിലേക്ക് ചെന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് റഷ്യയിൽ ഒരുപാട് സ്വീകരണങ്ങൾ നൽകി. അങ്ങനെ സ്വീകരണങ്ങൾ നൽകിയ കൂട്ടത്തിൽ ഒരു റഷ്യൻ മന്ത്രി പറഞ്ഞു, യൂറി ഗഗാറിൻ ഇത്രയും ഉയരത്തിൽ ഇതാ പോയിരിക്കുന്നു. അവിടെ ചെന്ന് അദ്ദേഹം ദൈവത്തെ കണ്ടില്ല. അപ്പൊ ദൈവമില്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ എന്ന് ആ മന്ത്രി ആ സദസ്സിനെ സംബോധന ചെയ്തുകൊണ്ട് നിരീശ്വരത്വത്തെ പ്രൊമോട്ട് ചെയ്യുന്ന റഷ്യൻ ഗവൺമെന്റ് പറയുകയാണ്. യഥാർത്ഥത്തിൽ അന്ന് അദ്ദേഹം പോയത്, യൂറി ഗഗാറിൻ പോയത് വെറും 300 കിലോമീറ്റർ മാത്രമാണ്. ഇന്ന് നോക്കൂ, ഇന്ന് നമ്മൾ ആകാശഭൂമികളുടെ വലിപ്പത്തെ പ്രകാശവർഷത്തിലാണ് അളക്കുന്നത്. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരം. ഒരു സെക്കൻഡിൽ പ്രകാശം 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ ദൂരം സഞ്ചരിച്ചിരിക്കും. അങ്ങനെ അതായത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിൻ്റെ വേഗതയാണ് ആകാശഭൂമികളുടെ വലിപ്പം അളക്കാൻ വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്നത്. അങ്ങനെ കോടിക്കണക്കിന് പ്രകാശവർഷം ദൂരങ്ങളിൽ നിലനിൽക്കുന്ന ആ ഗാലക്സികളെയും മറ്റ് നക്ഷത്രങ്ങളെയും നാം ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കോടിക്കണക്കിന് പ്രകാശവർഷം അകലെ, അതായത് സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന പ്രകാശം കോടിക്കണക്കിന് വർഷം സഞ്ചരിച്ചാൽ മാത്രം എത്താൻ കഴിയുന്ന അത്രയും ദൂരത്തിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. യൂറി ഗഗാറിൻ എത്ര വരെ കണ്ടെത്തിയിട്ടുള്ളൂ, അല്ലെ യൂറി ഗഗാറിൻ എത്ര വരെ പോയിട്ടുള്ളൂ? 340 കിലോമീറ്റർ ഉയരത്തിൽ മാത്രമാണ് പോയത്. ആ അല്പജ്ഞാനം വെച്ചുകൊണ്ടാണ് നിരീശ്വരവാദിയായ റഷ്യൻ ഗവൺമെന്റിലെ മന്ത്രി അങ്ങനെ പറഞ്ഞത്. നോക്കൂ, ഇത് വിജ്ഞാനത്തിന്റെ അല്പത്തരമാണ്. ഇന്ന് ഈ ഇത്രയും ദൂരം നമ്മൾ പ്രകാശം സഞ്ചരിച്ചിട്ടും എന്തിൻ്റെ അതിര് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ അതിര് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് അള്ളാഹുവിൻ്റെ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി. എന്താണ് ആ ചോദ്യം? ഓ മനുഷ്യരുടെയും ജിന്നുകളുടെയും സമൂഹമേ, നിങ്ങൾക്ക് ആകാശഭൂമികളുടെ അതിരുകൾ ഭേദിക്കാൻ കഴിയുമെങ്കിൽ ഭേദിച്ചുകൊള്ളൂ. ഒരു മഹാശക്തി കൊണ്ടല്ലാതെ നിങ്ങൾക്കത് സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ശക്തി കൊണ്ടല്ലാതെ അത് സാധ്യമല്ല. അള്ളാഹുവിൽ നിന്നുള്ള ശക്തി കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സഞ്ചരിച്ചിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ അവിടെ അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ വലിപ്പങ്ങൾ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ചിട്ട് ഈ രൂപത്തിലുള്ള ആയത്തുകൾ അവതരിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലുള്ള വിശ്വാസത്തെ ശാക്തീകരിക്കുന്ന ഒരു സിലബസാണ് ആർക്കുള്ളത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഖുർആൻ ആൻഡ് സയൻസിനുള്ളത്, അല്ലേ? വഹുവ ബികുല്ലി ഖൽഖിൻ അലീം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ യാസീനകത്തുള്ളതാണ്. വഹുവ, അവൻ, ബികുല്ലി ഖൽഖിൻ അലീം, സമസ്ത വസ്തുക്കളുടെയും എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അവൻ അത് സൃഷ്ടിക്കും. അല്ലദീ ജഅല ലകും മിനശ് ശജരിൽ അഖ്ളരി നാറ, സകല സൃഷ്ടി പ്രക്രിയയും അറിയുന്നവനാണ് അവൻ. ആരാ? അള്ളാഹു സർവ്വ സൃഷ്ടി പ്രക്രിയയും അറിയുന്നവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖാലിഖ് എന്ന സിഫത്ത് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു. അല്ലദീ ജഅല ലകും മിനശ് ശജരിൽ അഖ്ളരി നാറ എന്താണ്? അതായത്
പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീയെ സൃഷ്ടിച്ചു തന്നില്ലേ എന്ന ഖുർആന്റെ ചോദ്യത്തിൻ്റെ വ്യാഖ്യാനം എന്ന നിലയിൽ ആധുനിക സയൻസ് കണ്ടെത്തിയ പല കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏതൊന്നും സൃഷ്ടിക്കാൻ കഴിയും എന്ന ആധുനിക സയൻസിൽ നിന്നും ചില ട്രൂത്തുകൾ, ചില വസ്തുതകൾ എടുത്ത് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അത് യഖ്ലുഖുല്ലാഹു മാ യശാ, അവൻ എന്താണോ ഇച്ഛിക്കുന്നത് ആ ഇച്ഛിക്കുന്നത് അവൻ സൃഷ്ടിക്കും എന്നുള്ളതിന് തെളിവായിട്ട് നമ്മൾ ആധുനിക ശാസ്ത്രത്തിൽ നിന്ന് എടുത്ത് കാണിക്കുന്നത് എന്താ? സൂര്യൻ അത് കത്തിജ്വലിക്കുന്നതാണ്. സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹമാണ് ജൂപ്പിറ്റർ, അത് കത്തിജ്വലിക്കുന്നില്ല, അവിടെ ഭയങ്കര തണുപ്പാണ്. യഥാർത്ഥത്തിൽ ഈ സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണോ അതുകൊണ്ട് തന്നെയാണ്, ആ വസ്തു കൊണ്ട് തന്നെയാണ് എന്ത് സൃഷ്ടിച്ചിരിക്കുന്നത്? ജൂപ്പിറ്ററിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ഹൈഡ്രജൻ കൊണ്ട്. ആ ഹൈഡ്രജൻ കൊണ്ട് സൃഷ്ടിച്ച സൂര്യൻ കത്തിജ്വലിക്കുന്നു. എന്നാൽ ഹൈഡ്രജൻ കൊണ്ട് നിർമ്മിച്ച വ്യാഴനാകട്ടെ ജൂപ്പിറ്റർ ആകട്ടെ തണുത്ത് വാതകഗോളമായി നിലനിൽക്കുന്നു. അപ്പോൾ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള രണ്ട് സൃഷ്ടിപ്പ് ഒരേ വസ്തുവിനെ കൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്, ഹൈഡ്രജനെ കൊണ്ട്. അതായത് മനുഷ്യൻ ഒരിക്കലും മാവ് കൊണ്ട് ഒരു ബസ്സോ അതേപോലെ തന്നെ ചപ്പാത്തി, അവൻ മാവ് കൊണ്ട് ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആഹാരങ്ങൾ എന്തെങ്കിലും മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതേ വസ്തു കൊണ്ട് അവൻ എന്തുണ്ടാക്കുന്നില്ല? വിപരീത സ്വഭാവമുള്ള എന്തുണ്ടാക്കുന്നില്ല? വാഹനമോ മറ്റോ ഉണ്ടാക്കുന്നില്ല. അവനതിന് കഴിയില്ല. അതേസമയം അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിൽ എന്താണ്? ഒരേ വസ്തുക്കൾ കൊണ്ട് തന്നെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളതിനെ സൃഷ്ടിക്കും എന്ന് ശാസ്ത്ര വസ്തുതകൾ നിരത്തി നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. യഖ്ലുഖുല്ലാഹു മാ യശാ അലാ കുല്ലി ഷൈഇൻ ഖദീർ. യഖ്ലുഖു മാ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഉദാഹരണമായി നമ്മൾ പഠിപ്പിക്കുന്നു, ഈ സൂര്യൻ ഉണ്ടാക്കിയ ഹൈഡ്രജൻ, ആ ഹൈഡ്രജനകത്ത് അള്ളാഹു ഓക്സിജനെ കൂടി ചേർത്തുകൊണ്ട്, സൂര്യൻ ഉണ്ടാക്കിയത് ഈ ഹൈഡ്രജൻ കൊണ്ടാണ്, മനസ്സിലായത്? ഈ ഹൈഡ്രജനകത്ത് ഒരു ഓക്സിജനെയും കൂടി ചേർത്തുകൊണ്ടാണ് അള്ളാഹു എന്ത് സൃഷ്ടിച്ചത്? വെള്ളത്തെ സൃഷ്ടിച്ചത്. അങ്ങനെയാണ്. അതായത് കത്തുന്ന ഹൈഡ്രജനെ കൊണ്ട് കത്താൻ സഹായിക്കുന്ന ഓക്സിജനെയും കൊണ്ട്, കത്തുന്ന ഹൈഡ്രജനെയും കൊണ്ട് കത്താൻ സഹായിക്കുന്ന ഓക്സിജനെയും കൊണ്ട് അള്ളാഹു വെള്ളത്തെ സൃഷ്ടിച്ചു. അപ്പോൾ ഈ വെള്ളം കൊണ്ടാണ് തീ അണയ്ക്കുന്നത്. ഒരേ മൂലകങ്ങൾ കൊണ്ട് അള്ളാഹു സൃഷ്ടിക്കുന്നു എന്നുള്ളതിന് തെളിവായി നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്. നോക്കൂ, മറ്റൊന്നിതാണ് നമ്മൾ പെൻസിലിൽ ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ്. ഇതേ ഗ്രാഫൈറ്റ് കൊണ്ട് തന്നെയാണ് അള്ളാഹു എന്തുണ്ടാക്കിയത്? വജ്രത്തെയും ഉണ്ടാക്കിയത് ഇതേ ഗ്രാഫൈറ്റ് കൊണ്ടാണ്. വജ്രം, അതായത് ഈ ഗ്രാഫൈറ്റിൽ ഈ കറുത്തിരിക്കുന്ന ഈ സാധനം കൊണ്ടാണ് അള്ളാഹു വജ്രത്തെയും ഉണ്ടാക്കിയത്. അപ്പോൾ ഒരേ വസ്തുക്കൾ കൊണ്ട് തന്നെ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതിനെ അള്ളാഹു സൃഷ്ടിക്കും. അങ്ങനെ എന്താണ് യുഹീത്തൂന ബിശൈഇൻ മിൻ, അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അപ്പോൾ സയൻസിൻ്റെ ഈ വിജ്ഞാനങ്ങൾ അള്ളാഹുവാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. കാര്യം ഖുർആൻ പറയുന്നു, വലാ യുഹീത്തൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ഇൽമുകൾ മാത്രമാണ് അവൻ നമുക്ക് തരുന്നത് എന്ന്. നോക്കൂ, ഖദ് ബയ്യന്നാ ലക്കും, നാം വിവരിച്ചു തന്നിരിക്കുന്നു നിങ്ങൾക്ക് ആയാത്ത് തെളിവുകൾ, ഇൻ കുന്തും താഖിലൂൻ, നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഈ തെളിവുകൾ, ഇങ്ങനത്തെ വിജ്ഞാനത്തിലൂടെ നൽകുന്ന തെളിവുകൾ എന്തിനു വേണ്ടിയാണ് അള്ളാഹു നൽകുന്നത്? ഇൻ കുന്തും താഖിലൂൻ, നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വൈജ്ഞാനിക മേഖലയിലെ തെളിവുകൾ അള്ളാഹു നൽകുന്നത്. പിന്നീട് അള്ളാഹു പറയാണ്, അള്ളാഹുവിന് സ്തുതി, വഖുലിൽ ഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി. എന്താണ് കാര്യം? സയുരീക്കും ആയാതിഹി, എന്താണ്? തൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. എന്തിനാണ്? ഫതഅരിഫൂനഹ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ സയൻസിലൂടെ ലഭ്യമാകുന്ന വിജ്ഞാനങ്ങൾ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നതാണ്. എന്തിനാണ്? അത് തുടർന്നുള്ള ആയത്തിൽ പറയുന്നു, നോക്കൂ, സനുരീഹിം ആയാത്തിന, ആയാത്തുകൾ, തെളിവുകൾ കൊണ്ടുവരും, അല്ലേ? തെളിവുകൾ അവൻ കാണിച്ചു തരും. എവിടെ നിന്നാണ്? ഫിൽ ആഫാക്കി, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന്, വഫി അംഫുസിക്കും, മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും, നിങ്ങളുടെ നഫ്സിൽ നിന്ന് തന്നെ നാം തെളിവുകൾ കൊണ്ടുവരും. എന്തിനാ തെളിവുകൾ കൊണ്ടുവരുന്ന? ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, അതായത് ഈ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നിടം വരെ,
അങ്ങനെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണെന്ന് മനുഷ്യന് ബോധ്യപ്പെടുന്നിടം വരെ അള്ളാഹു എവിടുന്ന തെളിവ് കൊണ്ടുവരുന്ന സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖ്, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ നമ്മൾ പഠിച്ചറിയുന്നതെല്ലാം ആ രൂപത്തിലുള്ള തെളിവുകളാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനങ്ങളും ആധുനിക സയൻസ് പറഞ്ഞു തന്ന വിജ്ഞാനങ്ങളും താരതമ്യം ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്കതൊക്കെ മനസ്സിലാകുന്നത്. നമ്മളുടെ സിലബസിൽ, അതായത് ഇംഗ്ലീഷ് തയ്യാറാക്കിയ സിലബസിൽ ആ താരതമ്യ പഠനത്തിലൂടെയാണ് കുഞ്ഞുങ്ങളുടെ വിജ്ഞാനം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നത്. അതിനുള്ള സാമ്പിളുകൾ മാത്രമാണ് നമ്മൾ നൽകിയത്. നോക്കൂ, അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു സിലബസാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതുകൂടാതെ ധാരാളം മെത്തേഡ്സുകൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് പഠനത്തിനെ കുറിച്ച്. നമുക്ക് ഈ ഒരൊറ്റ സംസാരത്തിലൂടെ അതിൻ്റെ പകുതിയോ അതിൻ്റെ 1/4 ഭാഗമോ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഒരേ ഒരു ഭാഗം മാത്രമാണ് ഞാനിവിടെ നിങ്ങളോട് സൂചിപ്പിച്ചത്. അതായത് പ്രപഞ്ച നിരീക്ഷണം എന്ന് പറഞ്ഞ അത് തന്നെ അതിൻ്റെ യഥാവിധി സൂചിപ്പിക്കാൻ പറ്റുന്നില്ല. കാര്യം അതിൻ്റേതായ ആയത്തുകൾ ധാരാളമായി ഉദ്ധരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഉദ്ധരിക്കുന്നത് എവിടെയാണ്? നമ്മളുടെ സിലബസിലാണ്. നോക്കൂ, ആധുനിക പെഡഗോജി, അതായത് ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിശുദ്ധ ഖുർആനിൽ നിന്നാണ് ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്മാർ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. അതായത് എൻക്വയറി ബേസ്ഡ് ലേണിംഗ്, അന്വേഷണാത്മകമായ പഠനം, അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തുന്നത്. എക്സ്പെരിമെൻ്റൽ ലേണിംഗ്, അത് ഇബ്രാഹിം നബിയുടെ എക്സ്പെരിമെൻ്റൽ ലേണിങ്ങുകൾ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. നോക്കൂ, അതേപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായ പഠനം. ഇബ്രാഹിം നബി അതിനകത്ത് ഉദ്ധരിക്കുന്നത് വിമർശനാത്മകമായ പഠനമാണ്. ഇതൊക്കെ എൻ്റെ ദൈവമാകാനുള്ള ന്യായമുണ്ടോ? അപ്പോൾ ധാരാളം വിമർശനാത്മകമായ പഠനത്തെക്കുറിച്ച് ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. എനിവേ, ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുത്തിട്ടുള്ള ടൂളുകളായ എൻക്വയറി ബേസ്ഡ് ലേണിങ്ങും എക്സ്പെരിമെൻ്റൽ ലേണിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ് ലേണിങ്ങും ഇത് വളരെ കുറഞ്ഞതാണ്. ഇനി വിഷ്വലൈസ്ഡ് ഉണ്ട്, അഫർമേഷൻ ടെക്നിക്സുകളുണ്ട്. അങ്ങനെ ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രം സ്വീകരിച്ചിരിക്കുന്ന പല മെത്തേഡ്സുകളുമുണ്ട്. അതിൽ വെറും 3 മെത്തേഡ്സുകൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്, സമയദൈർഘ്യം കാരണം. ആ മെത്തേഡ്സുകളെല്ലാം എടുത്തിരിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും മാത്രമാണ്. ഇങ്ങനെ ആധുനിക വിദ്യാഭ്യാസം എങ്ങനായിരിക്കണമെന്നും മനുഷ്യ മനസ്സുകളിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് എന്നും നമുക്ക് ആധുനിക ലോകത്തിന് പറഞ്ഞു പഠിപ്പിച്ചു തന്ന ഖുർആനിൻ്റെ വക്താക്കൾ ആ ഖുർആനിലുള്ള കാര്യങ്ങൾ, അതായത് അള്ളാഹുവിനെയും അവൻ്റെ ഏകത്വത്തെയും നാളെ പരലോകത്തെയും ഒക്കെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ മെത്തേഡ് സ്വീകരിക്കുന്നില്ല? മറിച്ച് ആധുനിക വിദ്യാഭ്യാസ വിദഗ്ധന്മാർ, അതാണ് പെഡഗോജിക്കൽ ടെക്നിക്സ് എന്ന് പറയും, അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയും. അവർ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച മെത്തേഡ്സുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിവിടെ എല്ലാം പറഞ്ഞിട്ടില്ല, ഒരംശം മാത്രമാണ് പറഞ്ഞത്. നോക്കൂ, ആ മെത്തേഡുകൾ വെച്ചുകൊണ്ടാണ് ആധുനിക വിദ്യാഭ്യാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം മനുഷ്യന്മാർ കുട്ടികൾ ആ അർത്ഥത്തിൽ പഠിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ മദ്രസകളിൽ ആ മാർഗം സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് മദ്രസ വിദ്യാഭ്യാസം ചെയ്തിട്ടും ലിബറൽ ചിന്താഗതികളുടെ മുമ്പിൽ, ഭൗതികവാദികളുടെ വാദങ്ങളുടെ മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈമാൻ തരിപ്പണമായി പോകുന്നത്. തലയിൽ തുണിയിട്ട മഫ്തയിട്ട പിള്ളേരെ LLB കോളേജിൽ നിന്ന് ഏഷ്യാനെറ്റിൻ്റെ ഇൻ്റർവ്യൂവിന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഖുർആൻ പൊളിച്ചെഴുതണമെന്ന്. നോക്കൂ, മദ്രസ വിദ്യാഭ്യാസം ചെയ്ത് വേഷഭൂഷാദികളിൽ ഇസ്ലാമിക വേഷം ധരിച്ചിട്ട് അവർ ഏഷ്യാനെറ്റിൻ്റെ ചാനലിനോട് പറയുകയാണ് ഈ ഖുർആൻ പൊളിച്ചെഴുതണം, കാലഘട്ടത്തിന് പറ്റിയതല്ല. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ഈ ഖുർആനിനെ യഥാവിധി ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ? വളരെ ചെറിയൊരു സൂചന മാത്രമാണ് ഞാൻ ഈ നൽകിയത്. അല്ലെങ്കിൽ പഠനം എങ്ങനായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു 40 മിനിറ്റ് നിൽക്കുന്ന ഒരു വെബിനാറിൽ നമുക്ക് ഇത്രയും മാത്രമാണ് പറഞ്ഞൊപ്പിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത് സൂചകം മാത്രമാണ്. ഈ പോരാക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഖുർആൻ ആൻഡ് സയൻസ് ഷോർട്ട് ടേം മദ്രസകളും ലോങ് ടേം മദ്രസകളും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഖുർആൻ ആൻഡ് സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഇൻഷാ അല്ലാഹ് ഉടനെ പുറത്തിറങ്ങും. ആ ടെക്സ്റ്റ് ബുക്കുകൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയും എത്രത്തോളം ഡെപ്തിൽ, എത്രത്തോളം ആ ഖുർആനിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ്, ഖുർആനിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി നിന്നുകൊണ്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും.
ആ ടെക്സ്റ്റ് ബുക്കുകൾ ടെക്സ്റ്റ് ബുക്കുകൾ പ്രിപ്പയർ ചെയ്ത് ഏകദേശം 40 വർഷത്തോളം വിദ്യാഭ്യാസ രംഗത്ത് ഒരു അധ്യാപകനായി തുടർന്നു വന്ന നിലയിൽ, അധ്യാപന പരിചയം ഉള്ളത് നിലയിൽ, വിദ്യാർത്ഥികളുടെ മനസ്സ് മനസ്സിലാക്കിയ നിലയിൽ ഖുർആൻ എന്താണോ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നത് എന്ന് ഖുർആനിന് ഗവേഷണാത്മകമായും പഠിച്ചതിൻ്റെ ബേസിലാണ് നാം ഈ ടെക്സ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്. നോക്കൂ, ഒന്നുകൂടി ഞാൻ പറയുന്നു, ഈ ടെക്സ്റ്റ് ഉണ്ടാക്കാനും ഇങ്ങനൊരു സിലബസ് ഉണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞ എന്തുകൊണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ 40 വർഷത്തോളം അധ്യാപന രംഗത്തെ പരിചയവും വിദ്യാർത്ഥി മനസ്സുകളെ അപഗ്രഥിക്കാനും കഴിഞ്ഞതും അതിനോടൊപ്പം വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, പഠനവുമായി ബന്ധപ്പെട്ട്, മനുഷ്യൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളും താരതമ്യം ചെയ്തതിൽ നിന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഖുർആൻ ആൻഡ് സയൻസ് അതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ, അതിൻ്റെ മദ്രസ സിലബസുകൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഖുർആൻ ആൻഡ് സയൻസ് അതിൻ്റെ ഷോർട്ട് ടേം കോഴ്സുകളും അതിൻ്റെ ലോങ് ടേം കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഷോർട്ട് ടേം കോഴ്സുകളിൽ അള്ളാഹുവിനെ അറിയുക അവൻ്റെ നാമങ്ങളിലൂടെ എന്നത് മുതിർന്നവർക്ക് അതിൻ്റെ 8ാമത്തെ ബാച്ചിന് ഇൻഷാല്ലാ തുടങ്ങും. പരലോകം ഒരു സമഗ്ര പഠനം, അങ്ങനെ വ്യത്യസ്ത ടോപ്പിക്കുകൾ ഷോർട്ട് ടേം കോഴ്സുകളിൽ നടത്തുന്നുണ്ട്. ലോങ് ടേമിൽ നടത്തുന്നത് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ മദ്രസ കോഴ്സാണ്. അതിൻ്റെ മദ്രസ ടെക്സ്റ്റ് ഇൻഷാല്ലാ ഉടനെ ഇറങ്ങും. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ ഉമ്മത്തുകളെ, നമ്മുടെ ഈ വരുന്ന യുവതലമുറയെ അള്ളാഹുവിൻ്റെ ദീൻ എന്തെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാനും അവർക്കും നമുക്കും നാളെ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്ന സ്വർഗം പോകാനും ഉള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജൂത ക്രൈസ്തവ ലോബികൾ വിദ്യാഭ്യാസത്തെ ഭൗതികവും ആത്മീയവും എന്ന് പറഞ്ഞ് വേർതിരിച്ചു. അതിൽ പെട്ടുപോയ നമ്മുടെ പണ്ഡിതന്മാർ, മുസ്ലിം ലോകത്തിൻ്റെ പണ്ഡിതന്മാർ ഫിഖ്ഹുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇസ്ലാമിൻ്റെ മുന്നേറ്റത്തെ തടഞ്ഞത് കാര്യം ഇതുണ്ടല്ലോ, നമ്മൾ അബ്ബാസിയ ഭരണകാലഘട്ടത്തിൽ ഖുർആൻ അനുസരിച്ച് പഠിച്ച അവരാണ് ആധുനിക യൂറോപ്പിൻ്റെ നവോത്ഥാനത്തിന് കാരണമാകുന്ന സമസ്ത വിജ്ഞാനങ്ങളും നൽകിയിട്ടുള്ളത്. അബ്ബാസിയ ഭരണകാലഘട്ടത്തിലെ ഖുർആൻ ബേസ്ഡ് ആയിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത പണ്ഡിതന്മാരാണ്. ന്യൂട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രകാശത്തെക്കുറിച്ച് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചത് ഇബ്നു ഹൈത്തത്തിൻ്റെ പുസ്തകമാണ്. നിങ്ങൾ ചാറ്റ് GPT-യോടോ ജെമിനിയോടോ ചോദിച്ചു നോക്കൂ, ആധുനിക യൂറോപ്പിനെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ വഹിച്ച പങ്ക് എന്താണ് നോക്കൂ. അപ്പോൾ ഖുർആൻ ബേസ്ഡ് ആയിട്ട് പഠിച്ചപ്പോൾ ലോകത്തിൻ്റെ നെറുകയിൽ മുസ്ലിങ്ങൾ നിന്നു. ലോകത്തിൻ്റെ ഭരണവും ലോകത്തിൻ്റെ നിയന്ത്രണവും അവരുടെ കയ്യിലായിരുന്നു. യൂറോപ്പിനെ വരെ ഇന്നത്തെ യൂറോപ്പാക്കുകയും ലോകത്തെ സാംസ്കാരികവും സാമൂഹികവും ശാസ്ത്ര സാങ്കേതിക രംഗത്തും വൈദ്യമേഖലകളിലും ഉയർത്താൻ മുസ്ലിം ലോകത്തിന് കഴിഞ്ഞു. എന്നാൽ ഇന്നത് കഴിയാതെ മുസ്ലിം ലോകം അധസ്ഥിതരായി പോയത് ജൂതർ, ക്രൈസ്തവർ മുസ്ലിമീങ്ങളെ ഒതുക്കാൻ വേണ്ടി അവരുടെ വൈജ്ഞാനിക മുന്നേറ്റത്തെ തടയുകയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി മുസ്ലിം ലോകത്തെ, മുസ്ലിം വൈജ്ഞാനിക ലോകത്തെ വെറും ഫിഖ്ഹിൽ തളച്ചിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് കൈ എവിടെ കെട്ടണം, നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ വിരലനക്കണോ വേണ്ടയോ, ഇങ്ങനെ ഫിഖ്ഹി വിഷയങ്ങളിൽ തർക്കിച്ച് ഈ മുസ്ലിം ലോകത്തിൻ്റെ പണ്ഡിത ലോകത്തിൻ്റെ ഇൽമുകൾ അല്ലെങ്കിൽ അവരുടെ ഊർജ്ജമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ നെറുകയിൽ ആരെത്തി? ജൂത ക്രൈസ്തവ ലോബികൾ എത്തുകയും അവരുടെ ഫിത്നയും അവരുടെ അക്രമവും അവരുടെ അനീതിയും ലോകത്ത് അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് ഈ മുസ്ലിം ലോകത്തിൻ്റെ പണ്ഡിതന്മാരാണ്. നോക്കൂ, അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ സംരംഭം അള്ളാഹുവിൻ്റെ ദീനിന് യഥാവിധി അബ്ബാസിയ ഭരണകാലഘട്ടത്തിൽ എങ്ങനെയാണോ ഈ ദീൻ ഇതിൻ്റെ നെറുകയിലേക്ക്, ലോകത്തിൻ്റെ നെറുകയിലേക്ക് വന്നത്, ആ വേയുടെ ഒരു അംശം സ്വീകരിച്ചുകൊണ്ടാണ് ഇംഗസ് അതിൻ്റെ സിലബസുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അതാ വെക്കേഷൻ ക്ലാസ്സുകൾ നടത്തുകയാണ്. ഇൻഷാല്ലാ ഏപ്രിൽ 2-ാം തീയതി മുതൽ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ വെക്കേഷൻ ക്ലാസ്സിൻ്റെ സ്വഭാവം തന്നെ നേരത്തെ നിങ്ങൾക്ക് 1-2 സ്ലൈഡുകൾ കാണിച്ചു തന്നതുപോലെ വിഷ്വലൈസ്ഡ് ആയിട്ടുള്ള രൂപത്തിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. അങ്ങനെ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നടത്തുന്നത്. അങ്ങനെ നമ്മുടെ ക്ലാസ്സുകൾ നടത്തുന്നതിലൂടെ നിങ്ങളുടെ കുട്ടികൾക്ക് അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കേണ്ട വിജ്ഞാനം വളരെ ഷോർട്ട് പീരീഡുകൾ കൊണ്ട് അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കഴിഞ്ഞ 6-7 ബാച്ചുകൾ കൊണ്ട് അങ്ങനെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. പൂർവ്വ വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ആ അർത്ഥത്തിൽ ഈ വരുന്ന ഏപ്രിൽ 2-ന് നമ്മുടെ വെക്കേഷൻ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇവിടെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്പർ എഴുതിയെടുക്കുക. ഈ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ അവസാന ഭാഗത്ത് ഈ നമ്പർ വലുതായിട്ട്
ഷോ ചെയ്യുന്നത്. ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ വെക്കേഷൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കോഴ്സിനെ കുറിച്ച് അറിയാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ ലോങ് ടേം മദ്രസ കോഴ്സിനെ കുറിച്ച് അറിയാൻ പറ്റും. അങ്ങനെ ഇൻകസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ വിദ്യാഭ്യാസപരമായ അല്ലെങ്കിൽ കോഴ്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇൻഷാ അല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ യുവതലമുറയ്ക്ക് അള്ളാഹു നല്ല ഇൽമു പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ നമുക്കും അവർക്കുമെല്ലാം സ്വർഗത്തിൽ പോകാനുള്ള തൗഫീക്ക്, സ്വർഗമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ്. ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ഒരു 20 മിനിറ്റ് ചോദ്യോത്തര വേളയാണ്. കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദിക്കാം. അങ്ങനെ ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരമാണ്. ചോദിച്ചോളൂ. ഞാൻ അപ്പുറത്തോട്ട് ഒരു 20 മിനിറ്റ് ചോദ്യോത്തരം ഇവിടെ ഓക്കെ ചോദിച്ചോളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ ചോദ്യമല്ല, പിന്നെ ഉസ്താദ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നമ്മളെ മദ്രസ പഠനത്തിൽ നമ്മുടെ ഒരു അവഗണിക്കപ്പെടുന്ന സയൻസിന്റെ ഭാഗം വളരെ സിമ്പിളായിട്ട് എല്ലാവരും പഠിക്കുന്നതാണ്. സൂറത്തുൽ ഓഷിയ, സൂറത്തുൽ ആല വെള്ളിയാഴ്ചകളിലൊക്കെ ഓതുന്നതാണ്. ഈ സൂറത്തുൽ ഓഷിയയിൽ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമായി കൈഫ റുഫിഅത് വൽ ജിബാലി കൈഫ നുസിബത്. ഈ ആയത്തുകൾ 2-3 ആയത്തുകളിൽ നിങ്ങൾ ജോഗ്രഫി പഠിക്കണം, നിങ്ങൾ ബയോളജി പഠിക്കണം, നിങ്ങൾ സുവോളജി പഠിക്കണം എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. പക്ഷെ ആ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്ത് കൊടുക്കാൻ, ഇതാണ് മക്കളെ നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിക്കണ ബയോളജി ഫിസിക്സ് ഇതിന്റെ വിശദാംശങ്ങളാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഉസ്താദന്മാർക്ക് കഴിയുന്നില്ല എന്നത് വലിയൊരു നമ്മുടെ ഒരു ന്യൂനതയാണ്. അപ്പൊ അത് ഉസ്താദ് പറഞ്ഞപ്പോൾ അതൊന്ന് ആഡ് ചെയ്തു എന്ന് മാത്രം. അതെ, തീർച്ചയായിട്ടും ശരിയാണത്. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പോരായ്മ. അപ്പോൾ ഇൻഷാല്ലാ പിന്നെ മറ്റുള്ളവർ സംശയങ്ങൾ, കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മളിപ്പോൾ നടത്തുന്ന കോഴ്സ് വെക്കേഷൻ ബാച്ച് എന്ന് പറഞ്ഞ് 30 ദിവസം ഏപ്രിൽ 2-ന് ആരംഭിച്ച് മെയ് 2-ന് അവസാനിക്കുന്ന ഓൺലൈൻ കോഴ്സാണ്. പിന്നെ വൈകുന്നേരം ആണ് 7 മണി മുതലാണ് കോഴ്സ് ആരംഭിക്കുന്നത്. ഞായറാഴ്ച ദിവസം അവധിയായിരിക്കും. ഈ പറഞ്ഞാണെങ്കിൽ ഇപ്പം നിങ്ങൾ കാണിച്ച 1-2 സ്ലൈഡുകൾ കാണിച്ചില്ലേ, ആ രൂപത്തിലാണ് പിന്നെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ വഴിയാണ് ക്ലാസ്സുകൾ നടത്തുന്നത്. ഓഫ്ലൈനിലുമുണ്ട്. ഓഫ്ലൈനിൽ അത് പ്രൊജക്ടർ ഉപയോഗിച്ചായിരിക്കും അവിടെ ക്ലാസ് നടക്കുന്നത്. ഓഫ്ലൈനിൽ നമ്മുടെ ഈ കൊല്ലം സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് മാത്രമാണ് വരാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഓഫ്ലൈനും ഓൺലൈനും രണ്ടും ഒരേപോലെയാണ്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ രാവിലെ 9 മണി മുതലാണ്. ഈ ഓൺലൈൻ ക്ലാസ്സിന് എങ്ങനെ 1 മന്ത് അല്ലേ ഓൺലൈന്? 1 മന്ത് ഇപ്പൊ വെക്കേഷന് മാത്രം. അതിനെങ്ങനെ ഫീ? മദ്രസ ഉണ്ട്, സ്ഥിരം മദ്രസ ക്ലാസ്സുകൾ ഉണ്ടാവും. അല്ല, ഈ 1 മന്ത് കോഴ്സിന് എത്ര വരുന്നുണ്ട് ഫീ എന്ന് അറിയണം. ഇപ്പോഴത്തെ 1 മന്ത് കോഴ്സിന്റെ ഫീ 750 രൂപ. അത് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാകും, പിന്നെ ഇതുണ്ടാവും, PDF നോട്ട് ഉണ്ടാവും. അത് പഠിപ്പിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ മദ്രസയിലുള്ള അഖീദ, പിന്നെ ഫിഖ്, പിന്നീട് തസ്കിയ, ഖുർആൻ പാരായണം. പക്ഷേ മദ്രസ സിലബസ് പോലെ ആയിരിക്കില്ല. ഇപ്പം നമ്മൾ അഖീദ പഠിപ്പിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ് പഠിപ്പിച്ച മാതിരി സയൻസ് ബേസ്ഡ് ആയിട്ടായിരിക്കും. ഫിഖ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ നമസ്കാരത്തിൻ്റെ ഫർളും ഷർത്തും പഠിപ്പിക്കൽ മാത്രമല്ല, നമസ്കാരം നമുക്ക് വരുത്തുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾ എന്തൊക്കെ, അങ്ങനെ നമസ്കരിക്കേണ്ട അനിവാര്യത ശാസ്ത്രീയമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അങ്ങനെയായിരിക്കും ഫിഖ് പഠിപ്പിക്കുന്നത്. ഫിഖിൻ്റെ നമസ്കാരം മാത്രമല്ല എല്ലാ വശവും. അതിനോടൊപ്പം നമസ്കാരത്തിൽ എങ്ങനെ കോൺസെൻട്രേഷൻ ഉണ്ടാക്കാം,
നമസ്കാരം നമ്മൾ എവിടെയോ ഇങ്ങനെ ഒരു വഴിപാട് പോലെ നടത്താതെ അതിൻ്റെ ആത്മാവ് പറഞ്ഞ് എങ്ങനെ നമുക്ക് നമസ്കരിക്കാം, അതാണ് ആ രൂപത്തിലുള്ള എല്ലാം സയൻറ്റിഫിക് ടീച്ചിങ് ആയിരിക്കും, അതായത് മനഃശാസ്ത്രപരമായ ടീച്ചിങ് ആയിരിക്കും. അതില് ഖുർആനും വരുന്നുണ്ടോ? എങ്ങനെ? ആ ഖുർആൻ വരുന്നുണ്ട്. ഖുർആൻ പഠിപ്പിക്കുന്നത് എൻ്റെ മോൻ തന്നെയാണ്, അവൻ ഹാഫിള. ലോങ് ടേം മദ്രസിനെ കുറിച്ച് അറിയാൻ മീനിങ് വെച്ചിട്ടായിരിക്കും പഠിപ്പിക്കല്. ഏത്? കേട്ടില്ല, എന്താ ചോദിച്ചത്? കേട്ടില്ല. ലോങ് ടേം മദ്രസിനെ കുറിച്ച് അറിയാനാണ്. വെക്കേഷൻ ലോങ് ടേം മദ്രസകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞത്, അത് ടെക്സ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എലാബറേറ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. ഇപ്പോൾ അഖീദയെക്കുറിച്ച് തന്നെ നമ്മൾ വളരെ എലാബറേറ്റ് ആയിട്ട് പഠിപ്പിക്കപ്പെടും. അതായത് നമ്മൾ ആദ്യം അള്ളാഹുവിലുള്ള വിശ്വാസം, അതേപോലെയുള്ള വിശ്വാസ കാര്യങ്ങളുണ്ടല്ലോ, മലക്കുകളിലുള്ള വിശ്വാസം, മറ്റ് കിതാബുകളിലുള്ള വിശ്വാസം. ഇത് നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്കുകളിൽ, മദ്രസ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇങ്ങനെ വിശ്വാസം കാണാതെ പഠിച്ച് എഴുതി പോകത്തതേ ഉള്ളൂ. ഇതങ്ങനെയല്ല. അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന് അള്ളാഹു പറഞ്ഞു തന്നൊരു മാർഗമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഖുർആൻ അതിനൊരു മാർഗം പറഞ്ഞു തരുന്നുണ്ട്. കാര്യം ഖുർആൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്, അതായത് ഖുർആൻ്റെ 60 മുതൽ 70% വരെ ഭാഗങ്ങൾ ചർച്ച അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോക വിശ്വാസത്തെയും കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ 2 മേഖലകളാണ്. അല്ലെങ്കിൽ വിശ്വാസം പൂർണ്ണമാകാത്തത്. അള്ളാഹു കൃത്യമായി പറയുന്നത് എന്താണ്? നിങ്ങൾ ദീനിൽ പൂർണ്ണമായും പ്രവേശിക്കുക എന്നാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വിശ്വാസത്തെ പൂർണ്ണമാക്കത്തക്ക വിധത്തിൽ നമുക്ക് കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. അത് അതിൽ നിന്ന് തന്നെ എടുത്ത് വേണം പഠിപ്പിക്കേണ്ടത്. അത് ആ സിലബസിലൂടെ പോകുമ്പോൾ മനസ്സിലാവും. അതായത് നമ്മളിപ്പോൾ സ്കൂളിൽ ഇപ്പോൾ ഓരോന്ന് പഠിക്കുന്നില്ലേ, അതായത് CBSE ടെക്സ്റ്റിൻ്റെ അതേ മോഡലിലാണ് നമ്മൾ ടെക്സ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ പാറ്റേണൊക്കെ അങ്ങനെ ആയിരിക്കും. അതായത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ പാറ്റേൺ ആണ്. അതെപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുക ക്ലാസ്? എങ്ങനെയാണ് അതിൽ ആ മദ്രസ എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യത്? ആ മദ്രസ നമ്മളിപ്പോൾ ഈ കോഴ്സില്ലേ, ഇപ്പോൾ ഈ വെക്കേഷൻ കോഴ്സും അത് കഴിഞ്ഞ ഉടനെ ഇൻഷാല്ല സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനാണ് ഞാൻ ഈ നമ്പർ കൊടുത്തിട്ടിരിക്കുന്നത്. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആസ്പിരൻറ്റിൻ്റെ ലിസ്റ്റിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടേക്കും. അപ്പോഴേ മദ്രസ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സമീപമായി തന്നെ ആ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കും. അതുകൊണ്ടാണ് ഈ നമ്പർ കൊടുത്തിട്ടിരിക്കുന്നത്. ഈ നമ്പറിൽ ഞാൻ ഇന്ന താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് വന്നാൽ നമ്മൾ ആ ഗ്രൂപ്പിൽ നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടേക്കും. ഖുർആനിലെ മീനിങ് അടക്കം പഠിപ്പിക്കുന്നുണ്ടോ? എന്താ പറഞ്ഞത്? അല്ല, ഖുർആനില് മീനിങ് അടക്കം പഠിപ്പിക്കുന്നുണ്ടോ? ഖുർആനില് പറയാമോ? ഖുർആൻ പഠനം സ്പീക്കറിനൊരു പ്രോബ്ലം ഉണ്ട്, അതാണ് കേൾക്കാൻ പറ്റുന്നത്. ഖുർആനില് അർത്ഥം കൂടി ഉൾപ്പെടുത്തിയിട്ട് പഠിപ്പിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അല്ല, ഖുർആനിന്റെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുടെ അർത്ഥം, അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമസ്കാരത്തിൽ നമ്മൾ ഫാത്തിഹ ഓതുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, അല്ലെങ്കിൽ നമ്മുടെ ദിവസം തസ്കിയ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോ ദുആകൾ ചൊല്ലണമല്ലോ. അപ്പോൾ എഴുന്നേക്കും, അതിൻ്റെ എല്ലാം അർത്ഥം അറിഞ്ഞാണ് പഠിപ്പിക്കുന്നത്. ഖുർആൻ തഫ്സീർ ചെയ്യുന്ന പരിപാടിയല്ല. ഖുർആൻ തഫ്സീർ ചെയ്യൽ അതിന് വേറെ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, നമ്മളുടേതല്ല. അതിന് ആ രൂപത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റത്തുള്ളൂ. അതായത് അത് ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് തഫ്സീർ. 7 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് തഫ്സീർ. നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യത്തിനും അർത്ഥം പഠിപ്പിക്കും. അല്ല, അർത്ഥം പഠിപ്പിച്ചാലല്ലേ നമ്മുടെ മനസ്സ് അതിൽ ഊന്നി നിൽക്കത്തുള്ളൂ. നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞാലല്ലേ നമുക്ക് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ കാര്യം പറയേണ്ട ആവശ്യകത ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ അള്ളാഹുവിനോട് ദുആ ഇറക്കേണ്ട ആവശ്യകത എന്താണ്?
അപ്പോൾ അള്ളാഹു ഉണ്ട് എന്നുള്ള അറിവാണ്. ആ അറിവ് നമ്മളിൽ ദൃഢമാകണം. അപ്പോൾ ആ അറിവ് ദൃഢമാക്കുന്നു, അതൊരു നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഒരു ഭാഗമാണ്. രണ്ടാമത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താണ്, അത് നമ്മുടെ ഹൃദയം അറിഞ്ഞ് ചോദിക്കുന്നു. അത് ആ രൂപത്തിൽ തന്നെ നമ്മൾ അർത്ഥം സഹിതമാണ് എല്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഓതുന്ന സൂറത്തുകൾ അതിൻ്റെ അർത്ഥസഹിതം തന്നെയായിരിക്കും പഠിപ്പിക്കുന്നത്. ഇപ്പൊ കുഞ്ഞുങ്ങള് അപ്പൊ ഇൻഷാല്ല ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ ഈ നമ്പർ എഴുതിയെടുക്കുക. ഈ നമ്പർ വഴി നിങ്ങൾ വാട്സപ്പ് വഴിയോ അല്ലാതെ ഡയറക്റ്റ് കോൾ വഴിയോ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ എടുക്കാം. ഒന്ന് ഞാൻ പറയുന്നു, ഇങ്ങനൊരു സിലബസ് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടത്തില്ല. മനസ്സിലായോ? അത് അത്രയും സുദീർഘമായ കാലഘട്ടങ്ങൾ എടുത്ത് പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്തി. ഞാൻ പറഞ്ഞല്ലോ, അധ്യാപന രംഗത്ത് നിരന്തരമായ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ സിലബസ്. ഇൻഷാല്ല ഈ സിലബസ് വ്യാപകമാകുന്നതോടുകൂടി ഇവിടുത്തെ പ്രശസ്തമായ പല മദ്രസകളുടെയും സിലബസുകൾ ഇങ്ങനായി മാറും, അതെനിക്ക് ഉറപ്പാണ്. ഇൻഷാല്ല അള്ളാഹുവിന് തൗഫീഖ് ചെയ്യട്ടെ. അതായത് നമ്മൾ ഇവിടുത്തെ പ്രശസ്തമായ വളരെ ഉന്നമനത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന പല മദ്രസ ബോർഡുകളുമുണ്ട്. അവരൊക്കെ നമ്മുടെ സിലബസ് കാണുമ്പോൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ മറ്റ് സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഈ നമ്പറിൽ ചോദിക്കാവുന്നതാണ്. മൂസിന ഉണ്ടോ? മൂസിന ഉണ്ടോ? ആ മൂസിന പിന്നെ ഒന്ന് അവസാനിപ്പിച്ചേക്കും. കുടുംബത്തെ പറ്റി അറിയാൻ പിള്ളേരും ഒരു ടീച്ചറും സാർമാരും